CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. RSS അക്രമങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ചരിത്രം. കണ്ണൂർ രാഷ്ട്രീയമെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിന്റെ ചർച്ചയും സെമിനാറും മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്തു. കാലം കാത്തുവച്ച മാതൃകാ പൊതുപ്രവർത്തകനായിരുന്നു അന്തരിച്ച PA തങ്ങളെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ. ജില്ലാ മുസ്ലിം ലീഗിന്റെ മുൻ ട്രഷററും സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായിരുന്ന PA തങ്ങളുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കടമ്പഴിപ്പുറം വായില്യാംകുന്ന് പെട്രോൾ പമ്പിന് സമീപം വീട് കുത്തി തുറന്ന് മോഷണ ശ്രമം. വായില്യാംകുന്ന് സ്വദേശി രവി ഗുപ്തയുടെ വീട്ടിലാണ് ഞായറാഴ്ച വൈകിട്ട് 9:45 മോഷണ ശ്രമം നടന്നത്. ഈ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പുത്തൻകുളത്തുള്ള സ്ഥാപനത്തിന്റെ പൂട്ട് പൊളിച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച റബ്ബർ ഷീറ്റുകൾ കവർന്ന കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച പകൽ സമയത്തായിരുന്നു കേസിനാസ്പദമായ സംഭവം. RSS അക്രമങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ചരിത്രം. കണ്ണൂർ രാഷ്ട്രീയമെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിന്റെ ചർച്ചയും സെമിനാറും മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, വലതുപക്ഷ മാധ്യമങ്ങൾ CPM-നെയും RSS-നെയും ഒരേ തുലാസിന്റെ ത്രാസിലിട്ട് തൂക്കുക ആണ്. ഒരേ തുലാസിന്റെ തട്ടിലിട്ട് തൂക്കുക. ഇപ്പൊ രണ്ടുപേരും അക്രമം നടത്തുന്നവരാണ് എന്ന് ചിത്രീകരിക്കുക. ചില വലതുപക്ഷ മാധ്യമങ്ങൾ അന്ന് അതിനെ കണ്ണൂർ രാഷ്ട്രീയമായിട്ടാണ് ദുർവ്യാഖ്യാനിച്ചത്. അപ്പൊ കണ്ണൂരിലെ നേതാക്കന്മാർക്ക് അക്രമത്തോട് വല്ലാത്ത താല്പര്യമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ രാഷ്ട്രീയം. അങ്ങനെ കണ്ണൂർ രാഷ്ട്രീയമില്ല. അക്രമ രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഘപരിവാരം കേരളത്തിലെ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള പദ്ധതിയുടെ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിരുന്നു എന്നതാണ് ചരിത്രം. കേരളത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച സംഘപരിവാർ പദ്ധതിക്കെതിരെയുള്ള പ്രതിരോധവും ചെറുത്തുനിൽപ്പുമാണ് യഥാർത്ഥ ചരിത്രമെന്നും അതിനെ അക്രമ രാഷ്ട്രീയമെന്ന് വിളിച്ച് CPIM-നെയും RSS-നെയും ഒരേ തുലാസിൽ തൂക്കാനാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിച്ചതെന്നും E. ജയരാജൻ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം രചിച്ച സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിന്റെ ചർച്ചയും സെമിനാറും മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരിൽ മാത്രമല്ല സംഘർഷം ഉണ്ടായത്, പാലക്കാട് സംഘർഷം ഉണ്ടായിട്ടുണ്ട് അല്ലേ? നമ്മുടെ സഖാക്കളെ RSS-കാര് കേരളത്തിലെ 13 ജില്ലകളിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ ലിസ്റ്റ് 2008 വരെയുള്ള ലിസ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ലിസ്റ്റ് ഈ പുസ്തകത്തിന്റെ 6ാമത്തെ പതിപ്പ് ഇപ്പോൾ പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കാലാനുസൃതമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ 13 ജില്ലകളിലായി നമ്മുടെ 215 സഖാക്കളെയാണ് RSS-കാര് കശാപ്പ് ചെയ്തത്. അതൊരു കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. കേരളീയ സമൂഹത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി സംഘപരിവാരം ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്തരം സംഘർഷങ്ങൾ എന്ന തിരിച്ചറിവ് ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഉണ്ടാകും. ഇന്നിപ്പോ സംഘർഷങ്ങളില്ല. പക്ഷെ അതേസമയം അവരുടെ അധിനിവേശ ശ്രമങ്ങൾ അന്നത്തെ രൂപത്തിലല്ലെങ്കിൽ ഇന്നത്തെ രൂപത്തിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ ആ തിരിച്ചറിവിന്റെ ഭാഗമാണ് ഈ പുസ്തകം. സംസ്ഥാനത്തെ 13 ജില്ലകളിലായി 215 സഖാക്കളെയാണ് RSS കശാപ്പ് ചെയ്തതെന്ന് E. ജയരാജൻ ചൂണ്ടിക്കാട്ടി.
കണ്ണൂരിലെ നേതാക്കന്മാർ അക്രമത്തോട് വല്ലാത്ത താല്പര്യമുള്ളവരാണെന്ന് ചിത്രീകരിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിച്ചത്. ഇതിനെ കണ്ണൂർ രാഷ്ട്രീയം എന്ന് വിളിച്ച് രണ്ടു കൂട്ടരും അക്രമം നടത്തുന്നവരാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ ഇത് RSS അക്രമങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പായിരുന്നുവെന്ന് കാണാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ വലതുപക്ഷവൽക്കരണത്തിന് ശ്രമിച്ചിട്ടുള്ള കാലാൾപ്പടകളായിട്ടാണ് ഈ നാനാ വർഗീയ ശക്തികളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ വർഗീയ ശക്തികൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നത് നമ്മളെല്ലാം ഗൗരവമായിട്ട് കണക്കിലെടുക്കണം. എങ്കിലേ പ്രതിരോധം സാധ്യമാകും. നമ്മൾ ഏത് മണ്ണിലാണ് കാലുറപ്പിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ മണ്ണിനെ വിഷമയമാക്കുന്ന ഇത്തരം ദുഷ്ടശക്തികളെ നമുക്ക് ഒറ്റപ്പെടുത്താനാവൂ, പരാജയപ്പെടുത്താനാവൂ. ഈ തിരിച്ചറിവിനെ സഹായിക്കുന്നതാണ് ഈ 3 പുസ്തകങ്ങളും. അത് എല്ലാവരും വായിക്കണം. CPM അനുഭാവികൾ മാത്രമല്ല, എല്ലാവരും വായിക്കേണ്ടതാണ്. കാരണം നേരത്തെ ഇവിടെ ജയദേവൻ പറഞ്ഞതുപോലെ നമ്മുടെ ഭരണഘടനയെ തന്നെ ഇപ്പൊ തെറ്റായിട്ടാണല്ലോ അവതരിപ്പിക്കുന്നത്. ഭരണഘടനയുടെ കോപ്പി കൊടുക്കുമ്പോൾ അതിലെ ആദ്യത്തെ വാചകത്തിൽ ഇപ്പോഴത്തെ ഭരണഘടനയിലുള്ള സെക്യുലറിസം മാറ്റി, പിന്നെയോ സോഷ്യലിസം മാറ്റി. അങ്ങനെയാണ്. വർഗീയ അടിച്ചമർത്തലുകൾക്ക് ബ്രിട്ടീഷുകാർക്ക് പിന്തുണ നൽകിയ ഖാൻ ബഹദൂർ ഉണ്ണിക്കമ്മു സാഹിബിന്റെയും അതേസമയം കർഷകർക്ക് പിന്തുണ നൽകിയ മൂപ്പിൽ നായരുടെയും നാടായ മണ്ണാർക്കാട് ആ ഒരു പ്രാധാന്യത്തോടെയാണ് മതേതരത്വത്തിനായുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് എന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തു. മണ്ണാർക്കാട് സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിലും സെമിനാറിലും നിരവധി പേർ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. കോർപ്പറേറ്റുകളെ ഉപയോഗിച്ച് ഇതര രാഷ്ട്രീയ പാർട്ടികളെ വിലക്കെടുക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും ഇതിന്റെ ഫലം കേരളത്തിലും ഉണ്ടായതായും CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ മണ്ണാർക്കാട് പുസ്തക ചർച്ചയും സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജയരാജൻ. നാം മനസ്സിലാക്കേണ്ടത് കേരളം ഒറ്റപ്പെട്ട ഒരു തുരുത്തല്ല. ദേശീയ രാഷ്ട്രീയത്തിൽ BJP ശക്തിപ്പെട്ടല്ലോ. 2014 മുതൽ തുടർച്ചയായി 3-ാം തവണ BJP അധികാരത്തിൽ വന്നിരിക്കുകയാണ്. പക്ഷെ 2024 തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അതിനെന്താണ് അവർ ചെയ്യുന്നത്? കോർപ്പറേറ്റുകളുടെ പണം ഉപയോഗിച്ച് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളെ വിലക്ക് വാങ്ങിക്കൊണ്ട് പാർലമെന്റിൽ കൃത്രിമമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനാധിപത്യ വ്യവസ്ഥയെ പണാധിപത്യമാക്കി മാറ്റാൻ സംഘപരിവാർ നടത്തുന്ന പരിശ്രമങ്ങളുടെ ഫലം ഈ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി മതനിരപേക്ഷ ജനാധിപത്യ സമൂഹത്തിൽ ചിലരെ അവർക്ക് വിലക്കെടുക്കാൻ കഴിയുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ആ വിലക്കെടുക്കുന്നത് അവരുടെ നയരാഹിത്യമാണ്. അതല്ലെങ്കിൽ കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിന് കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള അവരുടെ ശ്രമമായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. അതിനെ ചെറുക്കാനുള്ള ആശയ സമരമാണ് ഈ പുസ്തകങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത്. സഖാവ് ഇന്ന് തൃശ്ശൂർ വെച്ചിട്ട് MP ജയരാജൻ സഖാവ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഇന്നലെ കണ്ണൂർ. അദ്ദേഹം പറയുന്നത് 2 പേരെ പുറത്തു പോയിട്ടുണ്ട്. അവര് പാർട്ടിയിലേക്ക് എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഗോവിന്ദ മാഷ് ഇന്ന് അതിനെ ഖണ്ഡിച്ചിട്ടുണ്ട്. അത് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. അതിനെ പറ്റി സഖാവ് എന്താ പറയുന്നത്? അല്ല, ഇതിപ്പോ പുസ്തക ചർച്ചയെ പറ്റിയിട്ടാണല്ലോ നിങ്ങൾ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പുസ്തകവുമായി ബന്ധപ്പെട്ട അല്ലല്ല, അത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾക്ക് പലതരത്തിലുള്ള അജണ്ട ഉണ്ടാവും. ഈ അജണ്ട വളരെ കൃത്യമാണ്. അത് പുസ്തക ചർച്ചയാണ്. തെറ്റിദ്ധരുത്തിയെടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് MP ജയരാജൻ സഖാവ് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിന് ഖണ്ഡിച്ചിട്ടുണ്ട്. അവർ വർഗവഞ്ചകന്മാര് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി കണ്ണൂരുള്ള അങ്ങയുടെ തട്ടകമായ കണ്ണൂരുള്ള അങ്ങേക്ക് എന്താ പറയാനുള്ള ഒരു ചോദ്യം. ഞാൻ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞാൻ കണ്ണൂരുള്ള ഒരാൾ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് കേരളത്തെ വിഴുങ്ങാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പ്രതിരോധം ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയാണ് മണ്ണാർക്കാട് നടത്തിയിട്ടുള്ള പുസ്തക ചർച്ചയിൽ ഞാൻ പറഞ്ഞത്. അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. CCN മണ്ണാർക്കാട്. കാലം കാത്തുവച്ച മാതൃകാ പൊതുപ്രവർത്തകനായിരുന്നു അന്തരിച്ച PA തങ്ങളെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ അനുസ്മരിച്ചു. ജില്ലാ മുസ്ലിം ലീഗിന്റെ മുൻ ട്രഷററും സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായിരുന്ന
PA തങ്ങളുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആ ആദരണീയമായ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലാണ് PA തങ്ങളുടെ സ്ഥാനമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. PA തങ്ങളുടെ എല്ലാവരും നല്ല ബന്ധമായിരുന്നു. പൊതുകാര്യങ്ങളിൽ എല്ലാവരുമായി നന്നായി സഹകരിച്ചു. അത് ഇടതുപക്ഷത്തും ജനാധിപത്യ മുന്നണിയിലും ഒക്കെയുള്ള എല്ലാ നേതാക്കന്മാർക്കും തങ്ങൾ ആദരണീയനായിരുന്നു. കാരണം തങ്ങൾ അങ്ങനെ അഹിതമായ ഒരു കാര്യം പറയുമായിരുന്നില്ല. കരിമ്പുഴയുടെയും പരിസര പ്രദേശങ്ങളുടെയും പുരോഗതിയും ജനങ്ങളെ ഐക്യപ്പെടുത്തുകയും മതേതരത്വം ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന കാര്യത്തിലാണ് തങ്ങൾ നിലപാട് സ്വീകരിച്ചത്. ഈ പ്രദേശത്തെ മതസൗഹാർദ്ദത്തിന്റെ ഒരു അംബാസഡറായി പ്രവർത്തിക്കാൻ PA തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. മതപരമായി എല്ലാവരും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, എല്ലാവരും തങ്ങളപ്പ എന്നാണ് PA തങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നത്. ദീർഘകാലം ഈ പഞ്ചായത്തിന്റെ ഭരണ സാഹിത്യത്തിലിരുന്ന് കരിമ്പുഴ പഞ്ചായത്തിനെ വികസിപ്പിക്കുന്നതിൽ തങ്ങളുടെ സംഭാവനകൾ വളരെ വലുതാണ്. അപ്പോ UDFന്റെ ഭരണസമിതി ഉണ്ടായ കാലമുണ്ട്, ഇടയ്ക്ക് LDFന്റെ ഭരണസമിതി ഉണ്ടായ കാലമുണ്ട്. അപ്പോഴൊക്കെ ഏത് ഭരണസമിതി ആയാലും ഈ നാടിന്റെ ഐക്യത്തിന് വേണ്ടി എല്ലാവരെയും യോജിപ്പിച്ചു നിർത്താൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ ഇന്നത്തെ പൊതുരംഗത്ത് നമുക്ക് മാതൃകയാണ്, നമുക്ക് പ്രചോദനമാണ്. പാലക്കാട് ജില്ലയുടെയും വിശിഷ്യ കരിമ്പുഴ പഞ്ചായത്തിന്റെയും മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കേരള പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി മുഖ്യപ്രഭാഷണം നടത്തി. നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹത്തിന് നമ്മളോടാണ് ഏറ്റവും സ്നേഹവും വാത്സല്യവും എന്നതും. അങ്ങനെ എല്ലാവരോടും, അത് UDFന്റെ കക്ഷിയിൽപ്പെട്ട ആളുകളാണെങ്കിലും അതുപോലെ എതിർകക്ഷിയിലുള്ള ആളുകളാണെങ്കിലും എല്ലാവരോടും സമഭാവനയോടുകൂടി ഇടപെടാനും മതേതരത്വം കാത്തുസൂക്ഷിക്കാനും സാഹോദര്യത്തോടെ ആരോഗ്യപരമായിട്ടുള്ള സൗഹൃദം കാത്തുസൂക്ഷിക്കാനും കഴിഞ്ഞ ഒരു നേതാവാണ് തങ്ങൾ. നമ്മളെല്ലാവരും ആ സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിച്ച ആളുകളാണ്. ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അനുസ്മരിക്കേണ്ടത് എന്ന് സത്യത്തിൽ അറിയാത്ത പല വികാരങ്ങളാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. പലപ്പോഴും കുടുംബയോഗങ്ങൾക്കും ഒക്കെ കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം വളരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും സൗമ്യമായി, ഒരിക്കലും ആരോടും ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ല, കടുപ്പിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഏറ്റവും സൗഹാർദ്ദത്തോടെയും ഏറ്റവും ശാന്തമായും എല്ലാവരോടും ഇടപെടാൻ എല്ലാ കാലഘട്ടത്തിലും എത്ര വലിയ സമ്മർദ്ദം ഉണ്ടെങ്കിലും ആ സമ്മർദ്ദത്തെയൊക്കെ ശാന്തതയോടെ നേരിടാൻ കഴിഞ്ഞ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. സംസ്ഥാന മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് CMA കരീം അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ, KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ് എന്നിവർ സംസാരിച്ചു. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ, NCP ജില്ലാ വൈസ് പ്രസിഡന്റ് മൊയ്തീൻ കുട്ടി, മുൻ MLA കളത്തിൽ അബ്ദുള്ള, ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, പ്രവാസി ലീഗ് ദേശീയ സെക്രട്ടറി MS അലവി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ച് PA തങ്ങളുടെ സ്മരണകൾ പങ്കുവച്ചു. ചടങ്ങിൽ PMA സലാം സ്വാഗതവും PA ഷൗക്കത്ത് അലി നന്ദിയും പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ മണലംപുറം വളവിൽ ഗുഡ്സ് ഓട്ടോറിക്ഷയും ബൈക്കും ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. തെയ്യോട്ടുചിറ അലാലിക്കൽ ഫഹദാണ് മരണപ്പെട്ടത്. 21 വയസ്സായിരുന്നു. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിയും ചെയ്തു വരുന്ന വിദ്യാർത്ഥിയായ ഫഹദിന് രാത്രി ഡെലിവറിക്കിടയിലാണ് അപകടം ഉണ്ടായത്. തിങ്കളാഴ്ച രാത്രി 11 മണിക്കാണ് അപകടം നടന്നത്. ഉടൻ തന്നെ നാട്ടുകാർ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാട്ടുകൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ദേശീയപാതയിലെ ഇവിടുത്തെ വളവുകൾ സ്ഥിരം അപകട മേഖലയാണ്. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പുത്തൻകുളത്തുള്ള സ്ഥാപനത്തിന്റെ പൂട്ട് പൊളിച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച റബ്ബർ ഷീറ്റുകൾ കവർന്ന കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച പകൽ സമയത്തായിരുന്നു കേസിനാസ്പദമായ സംഭവം.
ചങ്ങലേരി പടിഞ്ഞാറ്റിൽ ഹൌസിൽ മുഹസിനാണ് ശ്രീകൃഷ്ണപുരം പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ച പകൽ സമയത്തായിരുന്നു കേസിനാസ്പദമായ സംഭവം. കരിമ്പുഴ പന്തലിങ്ങൽ സ്വദേശി ഹരിസുന്ദരന്റെ ഉടമസ്ഥതയിലുള്ള പുത്തൻകുളത്തെ സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. സ്ഥാപനത്തിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് അകത്തു കടന്ന പ്രതി അവിടെ സൂക്ഷിച്ചിരുന്ന 110 മുതൽ 117ഓളം റബ്ബർ ഷീറ്റുകളാണ് കവർന്നത്. തുടർന്ന് ഉടമസ്ഥൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകൃഷ്ണപുരം സബ് ഇൻസ്പെക്ടർ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത്. അറസ്റ്റിലായ മുഹസിനെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CCN കടമ്പഴിപ്പുറം. മഴക്കാല രോഗങ്ങൾക്കെതിരെ പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനിക്ക് ചുവപ്പ് കാർഡ് പദ്ധതിക്ക് തുടക്കമായി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കരിയോട് പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഡെങ്കിപ്പനിക്ക് ചുവപ്പ് കാർഡ് എന്ന ഒരു പേരിട്ടുകൊണ്ട് നമ്മളിന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലും ഭവന സന്ദർശനം നടത്തി ആളുകളെ ബോധവൽക്കരിക്കുകയാണ്. ഈ പരിപാടി മറ്റ് എല്ലാ പരിപാടികൾക്കും വ്യത്യസ്തമായിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇത് നേതൃത്വം കൊടുക്കുന്നത്, അവരുടെ മേറ്റന്മാർ. അതേപോലെ ആശാപ്രവർത്തകരും അതേപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരുമാണ് ഈ പരിപാടി നേതൃത്വം കൊടുക്കുന്നത്. എല്ലാ വാർഡിലും കരിമ്പുഴ പഞ്ചായത്തിൽ ഇന്ന് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായ ഈ ഒരു ശുചീകരണത്തോടുകൂടി കരിമ്പുഴ പഞ്ചായത്തിലെ ഡെങ്കിപ്പനി കേസുകൾ ഏതാണ്ട് അവസാനിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തോട്ടര 16-ാം വാർഡിൽ ചാലപ്പുറത്ത് ഉന്നതിയിൽ വെച്ചു നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ M ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. സെയ്തലവി കോരത്ത് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് പദ്ധതി വിശദീകരിച്ചു. പനി കേസുകളുടെയൊക്കെ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും 6 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഡെങ്കിക്ക് ചുവപ്പ് കാർഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പരിപാടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നത്. മറ്റൊന്നുമല്ല, സോഴ്സ് റിഡക്ഷൻ, ഉറവിട നിർമ്മാർജ്ജനത്തിൻ്റെ പ്രാധാന്യം ഓരോ വീടുകളിലും വീണ്ടും ബോധ്യപ്പെടുത്തി അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് വീടിന് ചുറ്റുമുള്ള അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ തൊഴിലുറപ്പുകാരുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ട് വരുന്ന സമയങ്ങളിലും മഴയുടെ ഏറ്റക്കുറവിനനുസരിച്ച് വീണ്ടും സോഴ്സുകൾ, കൊതുകുകളുടെ ഉറവിടങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇല്ലാതാക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി, കർശന നിർദ്ദേശങ്ങൾ കൂടി ആളുകളെ അറിയിക്കുക എന്നുള്ളതിന്റെ പരിപാടിയുടെ ലക്ഷ്യം. ആശാ വർക്കർ ഖദീജ നന്ദിയും പറഞ്ഞു. കൈ താങ്ങി വെക്കൂ. ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിച്ചു. ഡെങ്കിപ്പനി തടയുന്നതിന്റെ ഭാഗമായി കൊതുക് നിവാരണ യജ്ഞത്തിൽ ഓരോ വാർഡിലും 50-ലധികം തൊഴിലുറപ്പ് പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തു. 20 വാർഡുള്ള ഗ്രാമപഞ്ചായത്തിൽ 1000-ഓളം. മലപ്പുറം ജില്ലാതല വായനാ പക്ഷാചരണത്തിന് സമാപനം. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ വെച്ച് നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. സാക്ഷരതയ്ക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനം, ഇതിന് ജില്ലാ കോർഡിനേറ്റർ കമ്മിറ്റി നടത്തുന്നതും എല്ലാറ്റിലും ജില്ലാ പഞ്ചായത്ത് കൂടെ ഉണ്ടാവും. ഇതിനാവശ്യമായ ഫണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ നൽകിയിരിക്കും. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അത് ജില്ലാ പഞ്ചായത്ത് നൽകാൻ തയ്യാറാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ ലൈബ്രറി കൌൺസിൽ തുടങ്ങിയ വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസ്ലു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വായനയിലേക്ക് കുട്ടികളെയും മുതിർന്നവരെയും തിരികെ കൊണ്ടുവരുന്നതിനായി PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന പുതിയ ക്യാമ്പയിനും ചടങ്ങിൽ തുടക്കമായി. സമാപന പരിപാടിയുടെ ഭാഗമായി മധുര മലയാളം, മലയാളത്തിനൊരു മധുരക്ഷേപം എന്ന വിഷയത്തിൽ പ്രിയദർശിനി കോളേജ് മലയാള വിഭാഗം മേധാവി ഷർമിള ഷെറിൻ മുഖ്യപ്രഭാഷണം നടത്തി. വായനാദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ റഷീദ് ബാബു സാക്ഷരതാ മിഷൻ തുല്യതാ പഠിതാക്കൾക്കായി നടത്തിയ കത്തെഴുത്തു മത്സരത്തിലെ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവർക്കെതിരെ
ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അനീതി NSS വോളണ്ടിയർമാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരടക്കം നിരവധി പേർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. കടമ്പഴിപ്പുറം വായിലിയംകുന്ന് പെട്രോൾ പമ്പിന് സമീപം വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം. വായിലിയംകുന്ന് സ്വദേശി രവി ഗുപ്തയുടെ വീട്ടിലാണ് ഞായറാഴ്ച രാത്രി 9:45 മോഷണ ശ്രമം നടന്നത്. ഈ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. സിറ്റൌട്ടിന്റെ ഗ്രില്ലിന്റെ പൂട്ട് പൊളിച്ച് അകത്തു കടന്ന മോഷണ സംഘം വീടിന്റെ പ്രധാന വാതിലും തകർത്താണ് ഉള്ളിൽ പ്രവേശിച്ചത്. എന്നാൽ വിലപിടിപ്പുള്ള സാധനങ്ങളോ പണമോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം. രണ്ടുപേരുടെ ദൃശ്യങ്ങൾ വീട്ടിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCN കടമ്പഴിപ്പുറം. സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ സേവനമനുഷ്ഠിക്കുന്ന പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സുമാർ കടുത്ത അവഗണനയിലും പ്രതിസന്ധിയിലുമെന്ന് പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ അവരെ നിയമിച്ച് ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പാലിയേറ്റീവ് നഴ്സുമാരാണ്. പാലിയേറ്റീവ് നഴ്സുമാരെ നമ്മൾ കേൾക്കുമ്പോൾ അതുമായിട്ട് വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം 3 തരം പാലിയേറ്റീവ് മേഖല. ഒന്ന്, സന്നദ്ധ സംഘടനകൾ നടത്തുന്ന പാലിയേറ്റീവ് കെയർ സെൻ്ററുകളുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് സന്നദ്ധ സംഘടനകൾ പിരിവെടുത്ത് അവരുടെ വീതമായിട്ടാണ് ശമ്പളം കൊടുക്കാറുള്ളത്. പിന്നെ ഒന്ന്, NHM എന്ന് പറയുന്ന നാഷണൽ ലെവലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് നിയമിക്കുന്ന നഴ്സുമാരുണ്ട്. അവർ ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഈ പാലിയേറ്റീവ് നഴ്സുമാരെ ക്രോഡീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വിതരണം വൈകിയതിനെ തുടർന്ന് കഴിഞ്ഞ 7 മാസമായി വേതനം മുടങ്ങിക്കിടക്കുകയാണെന്ന് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുടങ്ങിയ ശമ്പളം ഉടൻ വിതരണം ചെയ്യാത്ത പക്ഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. കിടപ്പ് രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുക, മുറിവുകൾ ഡ്രസ് ചെയ്യുക, ഓക്സിജൻ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുക തുടങ്ങിയ നിർണായകമായ രോഗി പരിചരണമാണ് പാലിയേറ്റീവ് നഴ്സുമാർ ചെയ്യുന്നത്. കോവിഡ്, നിപ്പ തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും സജീവമായി രംഗത്തുണ്ടായിരുന്നവരാണ് ഈ ജീവനക്കാർ. വിഷയത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ്, ജനറൽ സെക്രട്ടറി PT സുനിത, ഭാരവാഹികളായ വനജ, അമ്പിളി ബാബുരാജ്, ബിന്ദു ജെയിംസ് എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ 33ാമത് സാഹിത്യോത്സവിന് ജൂലൈ 8 മുതൽ 12 വരെ പെരിന്തൽമണ്ണയിൽ വേദിയുണരും. മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ 12 ഡിവിഷനുകളിൽ നിന്നായി 2500ഓളം പ്രതിഭകൾ 160 ഇനങ്ങളിലായി മേളയിൽ മാറ്റുരയ്ക്കും. വിവിധങ്ങളായ സെഷനുകളിൽ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമരംഗത്തെയും സാഹിത്യരംഗത്തെയും ദേശീയ പ്രാധാന്യമുള്ള വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ അതിൻ്റെ വ്യത്യസ്തങ്ങളായ സെഷനുകളിൽ സംബന്ധിക്കുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ മലപ്പുറത്ത് വെച്ച് SSFന്റെ ജില്ലാ കമ്മിറ്റി ഔദ്യോഗികമായി സംഘടിപ്പിക്കുന്ന പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ സജ്ജമാക്കിയ പ്രധാന വേദിയുൾപ്പെടെ 14 വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് ഇതിനകം തന്നെ പൈതൃക സഞ്ചാരം, പ്രസ്ഥാനിക സംഗമം, സ്നേഹ ബിരിയാണി, പാട്ടുവണ്ടി, ക്രൂ 3 കിക്ക് ഓഫ് തുടങ്ങിയ വിവിധ പ്രോഗ്രാമുകൾ വിജയകരമായി പൂർത്തിയായിരുന്നു. ജൂലൈ 8 നടക്കുന്ന എമിനൻസ് മീറ്റോടെയാണ് പരിപാടികൾക്ക് തുടക്കമാകുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 4 നടക്കുന്ന പ്രോഗ്രാമിൽ 313 സന്നദ്ധ സേവകരെ സമർപ്പിക്കും. ജൂലൈ 10 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മനഴി സ്റ്റാൻഡിൽ നിന്നും സാഹിത്യോത്സവ നഗരിയിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കും. വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. ഘോഷയാത്രയ്ക്കു ശേഷം നടക്കുന്ന ആത്മീയ സമ്മേളനം സമസ്ത കേന്ദ്ര മുഷവർ അംഗം കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ വിവിധ വേദികളിൽ മത്സരങ്ങൾ ആരംഭിക്കും. ടൗൺ സ്ക്വയറിലെ പ്രത്യേക വേദിയിൽ നടക്കുന്ന കഥാബുക്ക് ചർച്ചാവേദി, പുസ്തകപുര, വിദ്യാർത്ഥികൾക്കായുള്ള വെഫി കരിയർ ക്ലിനിക് എന്നിവയും സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ഔദ്യോഗിക ഉദ്ഘാടന സംഗമത്തിൽ ആൾട്ട് ന്യൂസ് സ്ഥാപകൻ പ്രതീക്
സിൻഹ മുഖ്യാതിഥിയാകും. സമാപന ദിവസങ്ങളായ ശനി ഞായർ ദിവസങ്ങളിലെ പ്രത്യേക സെഷനുകളിൽ മന്ത്രിമാർ, MLA മാർ, ദേശീയ മാധ്യമ പ്രവർത്തകർ, എഴുത്തുകാർ എന്നിവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ KKS തങ്ങൾ മാനത്തുമംഗലം, മുർത്തല ശിഹാബ് തങ്ങൾ തിരൂർക്കാട്, മുഹമ്മദ് അലി ബുഖാരി, ഫൈസൽ സഖാഫി, അനസ് കളത്തിൽ, മുഹമ്മദ് ഇർഷാദ് എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ഒടമല പടിഞ്ഞാറൻകുളമ്പ് ബ്ലൂ സ്റ്റാർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. SSLC, +2, LSS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രദേശത്തെ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ശനിയാഴ്ച നടന്ന അനുമോദന ചടങ്ങ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ CP ഫെമിന ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഫിറോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൽമാൻ വാഫി മുഖ്യപ്രഭാഷണം നടത്തി. ഞായറാഴ്ച രാവിലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിരുന്നു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ മുഹമ്മദ് ഷിബിൽ നിർവഹിച്ചു. ജനറൽ ചെക്കപ്പിന് പുറമെ ഷുഗർ, പ്രഷർ പരിശോധനകളും ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യമായി നടത്തി. പരിപാടികൾക്ക് ഷെഫീഖ് VP, സൽമാൻ ഫാരിസ്, V ജുനൈദ്, VP ഷഹീർ എന്നിവർ നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RSS അക്രമങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് ചരിത്രം. കണ്ണൂർ രാഷ്ട്രീയമെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തിന്റെ ചർച്ചയും സെമിനാറും മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്തു. കാലം കാത്തുവച്ച മാതൃകാ പൊതുപ്രവർത്തകനായിരുന്നു അന്തരിച്ച PA തങ്ങളെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ. ജില്ലാ മുസ്ലിം ലീഗിന്റെ മുൻ ട്രഷററും സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായിരുന്ന PA തങ്ങളുടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കടമ്പഴിപ്പുറം വായില്യാംകുന്ന് പെട്രോൾ പമ്പിന് സമീപം വീട് കുത്തി തുറന്ന് മോഷണ ശ്രമം. വായില്യാംകുന്ന് സ്വദേശി രവി ഗുപ്തയുടെ വീട്ടിലാണ് ഞായറാഴ്ച വൈകിട്ട് 9:45 മോഷണ ശ്രമം നടന്നത്. ഈ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ശ്രീകൃഷ്ണപുരം കരിമ്പുഴ പുത്തൻകുളത്തുള്ള സ്ഥാപനത്തിന്റെ പൂട്ട് പൊളിച്ച് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച റബ്ബർ ഷീറ്റുകൾ കവർന്ന കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ശനിയാഴ്ച പകൽ സമയത്തായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.